നിത്യനായ ദൈവം തൻ്റെ ആത്മപ്രകാശം നമ്മുടെ ഉള്ളിൽ ഉദിപ്പിക്കേണ്ടതിന് അവൻ്റെ അരികിലേക്ക് നാം കടന്നു വരുന്നത് എന്തിനായിട്ടാണ്? അവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ക്രിസ്തു നമുക്ക് ജീവിപ്പാനായിട്ട് വിഭാവന ചെയ്തിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ സമൂലമായ പ്രവൃത്തി ഈ ഭൂമിയിൽ നമുക്ക് പൂർത്തീകരിക്കാനായിട്ടിടയാകും. ആ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ അരികിലേക്ക് അടുത്ത് വരുമ്പോൾ അവർ അതല്ലാതെ മറ്റൊന്നും ചോദിക്കുകയില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കാൻ റെഡിയായി നിൽക്കുന്നത് കൊണ്ട് അവനോട് ആത്മാവിനെ യാചിക്കണം, പരിശുദ്ധാത്മാവിനെ യാചിക്കണം. ദൈവം നമുക്ക് എന്താണോ നൽകുവാൻ ഇച്ഛിക്കുന്നത് അത് തന്നെ നമുക്ക് അങ്ങോട്ട് ചോദിക്കുവാൻ കഴിയുന്നതാണ് ദൈവപ്രസാദിതകരമായ ജീവിതം. അതുകൊണ്ടാണ് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും എന്ന് പറയുമ്പോൾ നാം കർത്താവിൽ ആയാൽ, കർത്താവ് നമ്മിൽ ആയാൽ, സ്തോത്രം. ഗുണം എന്താണ്? കർത്താവ് നമ്മിൽ ആയാൽ, കർത്താവിൻ്റെ വചനം നമ്മിൽ ആയാൽ ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് നമുക്ക് അറിയുവാൻ തുടങ്ങും. നമ്മിലൂടെ കർത്താവ് എന്താ ചെയ്യുവാൻ പോകുന്നത് എന്ന് അറിയുവാനിടയാകും. കർത്താവ് നമ്മളെ എന്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതും അറിയുവാനിടയാകും. ഇനി അത് ചെയ്യണമെങ്കിലോ നാം കർത്താവിൽ ആകണം. സ്തോത്രം. കർത്താവിൻ്റെ വചനം നമ്മിൽ ആയാൽ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് നമുക്ക് ബോധ്യമാകുവാനിടയാകും. നാം കർത്താവിൽ ആയാൽ നമ്മെക്കുറിച്ചുള്ള ദൈവഹിത പ്രകാരം നമുക്ക് പ്രവൃത്തി ചെയ്യുവാൻ കഴിയും. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ. നാം ചപ്പും ചവറും വേസ്റ്റും ഒന്നും അല്ല അപേക്ഷിക്കുന്നത്. പിന്നെയോ ആത്മാവ് കൊണ്ട് ഒരു വിശുദ്ധനിൽ ദൈവത്തിന് വെളിപ്പെടുത്തുവാനുള്ള നിത്യമായ സ്വർഗീയമായ ഫലങ്ങളെ പുറപ്പെടുവിക്കേണ്ടതിന് ഒരു സ്വർഗീയമായ വ്യവസ്ഥ പ്രകാരം, ഒരു ആത്മീകമായ ചട്ടപ്രകാരം മനുഷ്യൻ്റെ ജ്ഞാനത്തിന് എത്തപ്പെടുവാൻ കഴിയാത്ത അത്ര ഉന്നതമായ ആത്മീക മേഖലയിലൂടെയാണ് നീതിമാനായ ദൈവം ദൈവസഭയ്ക്ക് വേണ്ടി മനോഹാരിത വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നത്. ആകയാൽ അത്ര അത്യുന്നതമായ ദൈവഹിതം നമ്മിൽ ഘട്ടം ഘട്ടമായി നമ്മിൽ നമ്മുടെ തലമുറയിൽ വെളിപ്പെടുത്തുവാൻ ദൈവം താല്പര്യപ്പെട്ടായിരിക്കുന്നത് കൊണ്ട് ആത്മാവിനെ ദൈവത്തോട് ചോദിക്കുക. പരിശുദ്ധാത്മാവും തീ കൊണ്ടും ഉത്തരമരുളുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അരികിലേക്ക് നമുക്ക് വീണ്ടും അടുത്തു വരാം. സ്തോത്രം, 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 സ്തോത്രം. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വെളിപ്പെട്ട് വരുമ്പോൾ കാണുവാനും കേൾക്കുവാനും അനുഭവിക്കാനൊക്കെ ആത്മാവ് നമുക്ക് ഒരുക്കി നൽകുവാനായിട്ടിടയാകും.